ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് വണ്ടൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ് കേട്ടോ. കാരണം കടലിൻ്റെ അടിയിലൂടെ ഉള്ള ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുക. അതുപോലെയാണ് ഇവിടെ ഇവർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി മീനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ അക്വേറിയം പോലെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആദ്യം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ എങ്ങനെയെന്നുള്ളത് മനസ്സിലാകുക. അപ്പോൾ സ്കൂൾ പൂട്ടാണ്, എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോരി സംഗതികളൊക്കെ കാണാം. കാരണം നഷ്ടം ഉണ്ടാവില്ല, നമുക്ക് ആ 120 രൂപ കൊടുത്തു എന്നുള്ളതിന് പോയി എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഇവർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവില്ല, കുറച്ച് ഈ കാർണിവൽ തീരുന്നതോട് കൂടി ഇവരും ഇവിടുന്ന് പോവും. അപ്പോൾ വണ്ടൂർ നിലമ്പൂർ റോട്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മീനുകളെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അറിയില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറേ മീനുകളുണ്ട്. പിന്നെ മീനിനെ പറ്റി അറിയുന്ന കുറേ ആളുകളുണ്ടാവുമല്ലോ, ഓൾക്കിത് അറിയും. അപ്പോൾ ഓര് ഈ മീനിൻ്റെ പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് കടലിൻ്റെ അടിയിലൂടെ നടക്കുന്ന അതേ ഫീലിലാണ് കേട്ടോ അവരിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല തിരക്കാണ്, ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് ഇങ്ങോട്ട് വരാൻ ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് ശേഷം ഇവിടെ എത്തുന്നതിനേക്കാളും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് രാത്രി ആവുന്നതോടുകൂടി ഒരു വേറെ വെറൈറ്റി ഒരു ഇതിൽ തന്നെ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. കാരണം അവരിത് ഇരുട്ടുമാരി തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, അപ്പോഴാണ് ഇതിലെ എല്ലാ ഐറ്റം മീനുകളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇത് കടലിൻ്റെ അടിയിലൂടെ നടക്കുന്ന അതേ ഫീല് നമുക്ക് കിട്ടണം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക തന്നെ വേണം കേട്ടോ. പിന്നെ പെരും ജനങ്ങളാണ്, പെരും തിരക്കാണ്. അപ്പം എല്ലാവരും വരുന്നവർ കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട്, കാരണം അത്രയും തിരക്കാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമാണ്. ലൈറ്റിനനുസരിച്ചാണ് ഇവിടെ, പാട്ടിനനുസരിച്ചാണ് ഈ ലൈറ്റുകൾ മിന്നുന്നതും ഇതൊക്കെ. അതിവിടെ അടുത്ത് വന്നങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുക. കാരണം നല്ല തണുപ്പാണ് കേട്ടോ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. ഈ വെള്ളം മേലിൽ നിന്ന് ഇങ്ങനെ ചാടുന്നതുകൊണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട് അത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജുറാസിക് പാർക്കാണ്. അപ്പം ഈ പാർക്കിലെ പ്രത്യേകത ഇത് മുഴുവൻ പേര് ഇങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അത് എത്ര ആൾക്കാരെ പ്രയത്നിക്കാരെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയാണ് നിന്നപ്പോൾ. കാരണം അത്രയും ഭംഗിയായിട്ട് അവരിത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും വരിക, ഇതൊക്കെ കാണുക, അതാണ് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം ഇതുപോലുള്ള ഓരോ അത്ഭുതങ്ങൾ കാണുന്ന നമ്മളെ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ട് കണ്ടില്ല എന്ന് വെച്ചാൽ വളരെ നഷ്ടമാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ ദിനോസർ കണ്ടങ്ങൾ, ഇങ്ങനത്തെ ദിനോസറുകളും അതേപോലെ അതിനെ വേട്ടയാടുന്ന ആളുകളെ രൂപങ്ങളും ഒക്കെ അവരിവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണുക. അപ്പോൾ നമ്മളൊരു വീഡിയോക്ക് ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ എടുത്തു എന്നുള്ളൂ. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ സ്റ്റാളുകളിലുണ്ട് കേട്ടോ. ബുക്കുകളും കാര്യങ്ങളും പിന്നെ ഫുഡുകൾ, പലവിധം ഫുഡുകളും നമുക്കിവിടെ കിട്ടും. പിന്നെ മാല, കമ്മൽ, ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, വീട്ടു ഉപകരണങ്ങൾ, നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. കുട്ടികൾക്കുള്ള വാച്ചുകൾ, കാര്യങ്ങൾ, വലിയവർക്കുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഇല്ല കുറേ മിഠായികളുള്ള ഒരു ഷോപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അത് നെസ്റ്റോൾജിയ വരുന്ന ഷോപ്പുകളാണ്. പിന്നെ കത്തി, കാര്യങ്ങൾ, ഇതുപോലുള്ള കുറേ സംഗതികളാണ് ഇവിടെ സ്റ്റാളിൽ ഉള്ളത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും സെപ്പറേറ്റ് ആണ് കേട്ടോ പൈസ വരുന്നത്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ വിലപ്പെട്ട
കമൻറ്റുകളൊക്കെ നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബായ്.